सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सकलनिगमगीतां ब्रह्मविद्यां विशुद्धां गुरुरमणेशितां शङ्कराचार्यपुष्टाम् करुणयाये प्रौढगम्भीरवाच रमणचरणतीर्थान् देशिकान् तान् नमामः। हृदयकुहरमध्ये केवलं ब्रह्ममात्रम् अहमहमिति साक्षादात्मरूपेण भाति। यदि च मनसा स्वं स्मृत्वदा वा पवनचरणरोगादात्मनिष्ठो भवति। शारदा शारदाम्बोजवदनावदनाम्बुजे सर्वदा सर्वदास्माकं सन्निधिं प्रियात्। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरते। ॐ पार्थाय प्रदिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वाम् अनुसन्ददामि भगवद्गीते भवद्वेषिणी। नमोऽस्तु ते व्यासविशालबुद्धे फुल्लारविन्दायतपत्रनेत्र येन त्वया भारततैलपूर्णः प्रज्वालितो ज्ञानमयः प्रदीपः। प्रपन्नपारिजाताय स्तोत्रवेत्रैकपाणये ज्ञानमुद्राय कृष्णाय गीतामृतदुहे नमः। सर्वोपनिषदो गावो दोग्धा गोपालनन्दनः पार्थो वत्स सुधीर्भोक्ता दुग्धं गीतामृतं महत्। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं। भीष्मद्रोणतडा जयद्रथजला गान्धारनीलोत्पला शल्यग्राहवती कृपेण वहनी कर्णेन वेलाकुला। अश्वत्थामविकर्णघोरमखरा दुर्योधनावर्तिनी सोत्तीर्णा खलु पाण्डवैरणनदिकैवर्तककेशवः। पाराशर्यवचः सरोचममलं गीतार्थगन्धोत्कटम् नानाख्यानककेसरं हरिकथा सम्बोधनाबोधितम्। लोके सज्जनषट्पतेरहरहः पेपीयमानं मुदा भूयात् भारतपङ्कजं कलिमलं प्रध्वंसिनः श्रेयसे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुतस्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगा। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनः यस्यान्तं न विदुःसुरासुरगणा देवाय तस्मै नमः। ഭഗവത്ഗീതയിലെ വളരെ സാരവത്തായ ഒരു ഭാഗമാണ് രണ്ടാമത്തെ അധ്യായം സാംഖ്യയോഗം. അതിൽ ഗീതയുടെ
അല്ലെങ്കിൽ ഒരു ജീവന്റെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തിന്റെ ലക്ഷണം എന്താണ് എന്നാണ് ഈ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിൽ നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. സ്ഥിതപ്രജ്ഞ ലക്ഷണം വളരെ വിസ്താരമായിട്ടുള്ള ഒരു വിചാരമാണിത്. ഇതിൽ എത്ര കണ്ട് നമുക്ക് ആഴത്തിൽ ഇറങ്ങി അനുസന്ധാനം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ആഴത്തിൽ ഇതിനെ വിചാരം ചെയ്ത് മുന്നോട്ട് പോകാം. എല്ലാ ഗ്രന്ഥങ്ങളും, ഭഗവത്ഗീതയായാലും ശരി, ഭാഗവതമായാലും ശരി, രാമായണമായാലും ശരി, എല്ലാ ഗ്രന്ഥങ്ങളും എന്തിനാ നിലകൊള്ളണത് എന്ന് പറഞ്ഞാൽ നമുക്ക് തൃപ്തി തരാൻ വേണ്ടി, നമുക്ക് സാരോപദേശം ചെയ്ത് തത്വോപദേശം ചെയ്ത് നമ്മളെ കരകയറ്റാൻ വേണ്ടിയിട്ടാണ് പല ഗ്രന്ഥങ്ങളും അധ്യാത്മ ഗ്രന്ഥങ്ങളും ഒക്കെ നിലകൊള്ളണം. ഇത് നമ്മളെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഗീതയുടെ ലക്ഷണം അല്ലെങ്കിൽ ഗീതയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അവനവന്റെ സ്വരൂപത്തെ അറിഞ്ഞ് ശാന്തനായി തൃപ്തനായി തീരാൻ വേണ്ടിയിട്ടാണ് ഗീത പോലും അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഗീതയെ നമ്മൾ അമൃതം എന്ന് പറയുന്നു. ഗീത അമൃതം മഹത്, മഹത്തായ ഒരു അമൃതമാണ് ഗീത. ആ ഗീതയെ നുകർന്നു കഴിഞ്ഞാൽ തന്റെ മരണമില്ലായ്മയെ താൻ അറിയുന്നു. ആ മരണമില്ലായ്മയെ എപ്പോ ഒരു ജീവൻ അറിയണോ അപ്പോഴാണ് വാസ്തവത്തില് അവൻ സ്ഥിതപ്രജ്ഞൻ ആയിരിക്കുന്നത്. കാരണം അവനൊന്നും വെളിയിൽ അറ്റൈൻ ചെയ്യേണ്ടതില്ല. എന്തെങ്കിലും തേടി 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 വാസ്തവത്തിൽ ശാന്തിയെ അടയേണ്ട ആവശ്യമേ ഇല്ല. ഒരു ജീവൻ വെളിയിൽ ലൗകികമായിട്ടുള്ള വ്യവഹാരത്തിലൂടെയൊക്കെയും കടന്നുപോയി ദുഃഖം പേറി വാസ്തവത്തില് വെളിയിൽ എങ്ങും തനിക്ക് പരിഹാരമില്ല എന്ന് കണ്ടതിന് ശേഷം തദ്വിജ്ഞാനാർത്ഥം സദ്ഗുരുമേവാഭിഗച്ഛേ, വാസ്തവത്തിലുള്ള വിജ്ഞാനം തിരിച്ചറിവിന് വേണ്ടി ഒരു ഗുരുവിന്റെ മുന്നിലേക്ക് പോയി. എങ്ങനെ ഇരിക്കുന്ന ഗുരുവാണ്? ശ്രോത്രിയനായിട്ടുള്ളതും ബ്രഹ്മനിഷ്ഠനായിട്ടുള്ളതും ആയിട്ടുള്ള ഗുരു. അങ്ങനെ ഒരു ഗുരു ആരാന്ന് നോക്കിയാൽ കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണം വന്ദേ ജഗദ്ഗുരു, ജഗത്തിന് മുഴുവൻ ഗുരുവാണ്. കാരണം എത്ര വലിയ യുദ്ധത്തിന്റെ മധ്യത്തിലും കൃഷ്ണന് ഒന്നുമേ ബാധിക്കാത്തതുപോലെ ഇരിക്കുന്നു. നമുക്ക് കൃഷ്ണന്റെ ജീവിതം തന്നെ പരിശോധിച്ചാൽ അറിയാം. എല്ലാവരും ഒക്കെ കൃഷ്ണന്റെ ചരിത്രമൊക്കെ പഠിച്ചു നോക്കിയാൽ അറിയാം. ഏതൊക്കെയോ രാജ്യത്തിനെയൊക്കെ കെട്ടിപ്പടുത്ത് തന്റെ ശിഷ്യഗണങ്ങളെയും തന്റെ നാട്ടിലുള്ള പ്രജകളെയൊക്കെ കെട്ടിപ്പടുത്ത് അവസാനം ഈ പ്രജകളെല്ലാം തമ്മിൽ തല്ലി മദ്യപാനം ചെയ്ത് ആ കുലം തന്നെ നശിച്ചു പോയിട്ടും നടുവില് മദ്യത്തില് അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ടിരുന്നു. അത്ര മായയുടെ വിളയാട്ട് എന്ന് പറഞ്ഞു. കാരണം ഒന്നുമേ തന്നെ ബാധിക്കണേയില്ല. ഒരു വസ്തു പോലും തന്നെ അഫക്റ്റ് ചെയ്യണില്ല എന്ന് ഒരു ഉദാഹരണത്തോടുകൂടി നമുക്ക് നോക്കിയാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ഏറ്റവും വലിയ ജഗദ്ഗുരു. ആ കൃഷ്ണന്റെ വചനം തന്നെയാണ് ഈ ഭഗവത്ഗീത. അങ്ങനെയുള്ള കൃഷ്ണൻ ഈ ഗീത ഉപദേശിക്കുകയാണ് അർജുനന്. എപ്പോഴാണ്? ഒരു ജീവന് വാസ്തവത്തില് ദുഃഖമുണ്ട്, അവൻ തേടിയിരിക്കുന്ന ശാന്തി അവന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സമയം, അവൻ അറിഞ്ഞു വെച്ച പഠിപ്പൊന്നും അല്ലെ, എന്തൊക്കെയോ കിട്ടി, എന്തൊക്കെയോ അറിഞ്ഞു വെച്ചിരിക്കുന്നു, ഈ അറിവൊന്നും അവന് വാസ്തവത്തിൽ ഉപകാരപ്രദമായില്ല എന്ന് കണ്ട സമയത്ത് കൃഷ്ണൻ സാരോപദേശം കൊടുത്തു. എന്താ സാരോപദേശം? ഈ ഭഗവത്ഗീത തത്വം, സാഖ്യം, ഒരു തത്വം അതിനെ ഉപദേശിച്ചു. അതിനെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞു കൊടുത്തു. ഒക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെ ജ്ഞാനികളൊക്കെ ഉണ്ട് എന്നൊക്കെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ സ്ഥിതി ഇതാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് അർജുനൻ ഉപദേശിച്ച കൃഷ്ണനോട് തന്നെ ചോദിക്കുകയാണ്, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ,
ഈ സ്ഥിതപ്രജ്ഞനുണ്ടല്ലോ, അതിന്റെ ലക്ഷണങ്ങൾ എന്താ? ഇതാണ് നമുക്ക് ഇന്നിവിടെ വിഷയം. ഭഗവത്ഗീത നമ്മള് ഈ സാഖ്യയോഗം അങ്ങനെ വരിവരിയായിട്ട് കഴിഞ്ഞു. ഇപ്പൊ സ്ഥിതപ്രജ്ഞ ലക്ഷണമാണ് നമ്മുടെ വിഷയം. അതൊരു വലിയ വിഷയം. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനോടുകൂടി നമുക്ക് തന്നെ പോകാം. അങ്ങനെ അർജുനൻ കൃഷ്ണനോട് ചോദിക്കാണ്. കാരണം കൊതി വന്നുപോയി. എവിടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ടാൽ ഇതിനെപ്പറ്റി ചോദിക്കില്ല. ഫുഡ് ഐറ്റം പോലും നോക്കിയാൽ, യൂട്യൂബിലൊക്കെ നോക്കിയാൽ പലരും പലയിടത്തും പോയി ആഹാരം കഴിച്ചതിനൊക്കെ പോസ്റ്റിരിക്കുന്നത് കാണാം. ഇതിനെ തേടി പലയിടത്തും പോയി ചോദിച്ച് ഇതെവിടെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ ചോദ്യം ചെയ്ത് വഴി ചോദിച്ച് അവിടെ പോയി അൾട്ടിമേറ്റ്ലി എത്തണം പോലെ അർജുനന് ഈ ലക്ഷണമൊക്കെ കേട്ടപ്പോ വളരെയധികം സന്തോഷം ഉള്ളിൽ. പരിഹാരമുണ്ട്, ഒരു മെഡിസിൻ ഉണ്ട്. അപ്പൊ മെഡിസിൻ എനിക്ക് എവിടെന്നാ കിട്ടുന്നത്? തൊട്ടടുത്ത് സ്ഥിതപ്രജ്ഞനായിട്ട് കൃഷ്ണൻ നിൽക്കുന്നതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല. അത് ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് തന്നെ ഒരാള് പോയിട്ട്, ഭഗവാനെ ഇങ്ങ ജീവൻ മുക്താളെല്ലാം இந்த திருவண்ணாமலையில் இருக்கேன்னு கேட்டிருக்கேன், இங்க யாராவது പങ്കെടുக்கலாம்? തിരുവണ്ണാമലയിൽ നിറയെ ജീവൻ മുക്തന്മാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെ കാണാൻ പറ്റും? ഭഗവാൻ രമണ മഹർഷി വലിയൊരു ജീവൻ മുക്തന്റെ അടുത്ത് തന്നെ ചോദിച്ചു. നിറയെ പേർക്ക് സന്നിധിയിൽ തന്നെ, സാന്നിധ്യത്തിന്റെ തന്നെ ഉള്ളില് ആത്മജ്ഞാനം ഉണ്ടായ ഒരു മഹത് ഗുരുനാഥന്റെ മുമ്പിൽ തന്നെ പോയി ചോദിച്ചു, സ്ഥിതപ്രജ്ഞസ്യ സാഭാഷ്യം. നോക്കൂ, ഇതാണ് അനുഗ്രഹമില്ലാതെ നമുക്ക് യാവൻ അനുഗ്രഹ സാക്ഷാത് ജായതേ പരമേശ്വരൻ. എപ്പോഴാണോ നമുക്ക് അനുഗ്രഹം കിട്ടുന്നത്, ആ ടൈമില് പരമേശ്വരൻ തന്നെ ചിലപ്പോ വന്നിരിക്കും ഉപദേശിക്കാൻ. ശംഭോഹോ മൂർത്തി ചരതി ഭുവനേ ശങ്കരാചാര്യ രൂപാഹ. പലർക്കും അത് പരമേശ്വര രൂപമായിട്ട് തോന്നി, ചിലർക്കൊന്നും തോന്നിയൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ അനുഗ്രഹമില്ല. താവൻ സദ്ഗുരും കശ്ചിത് ശാസ്ത്രം വാപിനോദത്തെ. ഇനി അനുഗ്രഹമില്ലെങ്കിൽ സദ്ഗുരുവിനെ തന്റെ മുമ്പിൽ കിട്ടിയാൽ പോലും he will not recognize. കാരണം അനുഗ്രഹം അതിന്റെ പിന്നില് വേണം. അപ്പൊ എപ്പോഴാ ഈ അനുഗ്രഹം കിട്ടുന്നത്? നമ്മളൊക്കെ ടെൻഷൻ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കും, ഇത് നമുക്കൊന്നും അനുഗ്രഹീതമായിട്ടുള്ള ജന്മമൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കും. ഭഗവാന്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കണം, ഭഗവാനെ എനിക്ക് ഈ തത്വോപദേശമൊക്കെ മനസ്സിലായി, ആത്മസാക്ഷാത്കാരത്തിന്റെ വഴികളൊക്കെ ഞാൻ കേട്ടു, അതുപോലെ പാലിച്ചൊക്കെ നോക്കി, പക്ഷേ അരുളും വേണമേ ഭഗവാനെ, അനുഗ്രഹവും വേണ്ടേ ഭഗവാനെ? അപ്പൊ ഭഗവാന്റെ മറുപടി, അരുൾതാ ഇருக்கு പോയി നീ കുറുക്ക വരാമ ഇരുന്നാ, അരുൾതാൻ ഇருக்கு നീ കുറുക്ക വരാമ ഇരുന്നാ. ഇവിടെ അരുളേ ഉള്ളൂ, അനുഗ്രഹമേ ഉള്ളൂ. ഇവിടെ നീ എന്നൊരു അഭിമാനത്തെ കൊണ്ട് നീ പിന്നാലെ വരാതിരുന്ന, അങ്ങനെ വരാതിരുന്നാൽ തന്നെ പരമക്ഷേമം. അപ്പോ അനുഗ്രഹം ഉണ്ട്, പക്ഷെ അനുഗ്രഹത്തിന് വിപരീതമായിട്ട് ഈ ലക്ഷണത്തെയൊക്കെ ഞാൻ ഉള്ളിൽ അറിഞ്ഞുകൊണ്ട് ഇത് എവിടെന്നോ നേടണം, അറ്റൈൻ ചെയ്യണം. വെളിയിൽ എന്തൊക്കെയോ നേടി അറിഞ്ഞു പഠിച്ച് ഏതെങ്കിലും പുസ്തകം വായിച്ചാൽ ആത്മജ്ഞാനം കിട്ടുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കും. അപ്പൊ അതുപോലെ ഇവിടെ അർജുനൻ കൃഷ്ണന്റെ അടുത്ത് ചോദിക്കാണ്. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതദീഹി കിം പ്രഭാഷേത കിമാസീത പ്രചേത കിം. അല്ലയോ കേശവ, സമാധിസ്ഥസ്യ സ്ഥിതപ്രജ്ഞസ്യ, നല്ല ബ്രഹ്മനിഷ്ഠനായിട്ട് കഴിയണത്, സമാധി നിലയിൽ തന്നെ ഇരിക്കണതായിട്ടുള്ള സ്ഥിതപ്രജ്ഞന്റെ ഭാഷാക്ക ലക്ഷണങ്ങൾ എന്തൊക്കെ, എവിടെ ഉണ്ട്, എവിടെ കാണാൻ പറ്റും? എന്തിനാ ഈ ലക്ഷണം അറിയണത്? അല്ലെങ്കിൽ പോയി തേടാം. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖസ് ദുർലഭ. ബഹിർമുഖത്തിൽ പോയി തേടിക്കോ, തന്റെ മുമ്പിൽ അപ്പിയറായ ഗുരുവിന്റെ അപ്പിയറൻസിൽ പോയി വീഴുന്നു. തന്റെ മുമ്പില് വന്ന ഗുരുവിന്റെ സമ്പ്രദായവും അല്ലെങ്കിൽ ഗുരുവിന്റെ
അപ്പിയറൻസ്, ലുക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കള് ബോഡിയിൽ പോയി നമ്മൾ അറ്റാച്ച്ഡ് ആയി പോകും. അന്തർമുഖ സമാരാധ്യം, ഉള്ളിൽ സമാരാധ്യമായിട്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ അർജുനൻ ചോദിക്കുന്നത് എവിടെ കാണും? ഒന്നും തെറ്റൊന്നുമില്ല. ആദ്യം വെളിയിൽ തന്നെ നമ്മൾ കാണണം. ഭാഷാക്ക എന്താ ലക്ഷണങ്ങൾ? സ്ഥിതദീഹി കിം പ്രഭാഷേത, സ്ഥിതപ്രജ്ഞൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നു. ഞാൻ പോയി ഇനി കണ്ടുപിടിച്ച ഇദ്ദേഹം എന്നെടുത്ത് സംസാരിക്കുമോ, ഈ ഇദ്ദേഹത്തിന്റെ ഭാഷ എങ്ങനെ എനിക്ക് മനസ്സിലാവും എന്ന് ചോദിച്ചാൽ, കിം ആസീത കിം പ്രചേത, എങ്ങനെ ഇരിക്കും, എങ്ങനെ നടക്കും? സാധാരണ ഒരു കുട്ടി ചോദിക്കണല്ലേ, ചില കുട്ടികളൊക്കെ ചോദിക്കുമല്ലോ, കാട്ടിൽ സിംഹം എങ്ങനെ ഇരിക്കും, സിംഹം എങ്ങനെ നടക്കും, ആന എങ്ങനെ ഇരിക്കും, ആന കഴിക്കുവോ, ആനയ്ക്ക് വീടുണ്ടോ, മക്കളുണ്ടോ ഒക്കെ ചോദിക്കണത് പോലെ ഇവിടെ അർജുനൻ ചോദിക്കുകയാണ്. വളരെ കുട്ടിത്വത്തോടു കൂടി കൃഷ്ണൻ ചോദിക്കുകയാണ്. ആരെടുത്ത ചോദിക്കണമെന്ന് വെച്ചാൽ സാക്ഷാൽ സ്ഥിതപ്രജ്ഞന്റെ മുമ്പിൽ തന്നെ പോയി ചോദിക്കുകയാണ്. ഇപ്പൊ ചോദിച്ചത് ഈ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താണ്, എങ്ങനെ ഇരിക്കും, എങ്ങനെ നടക്കും, എങ്ങനെ ഓടും, നമ്മളെ പോലെ തന്നെയാണോ, അതേ മനുഷ്യരൂപത്തിൽ തന്നെയാണോ, ഇങ്ങനെ ഒരു ചോദ്യം. അപ്പോ ഈ ചോദ്യം എപ്പോഴാ വന്നത്? വാസ്തവത്തിലെ പരിഹാരം വേണം. എന്താ വാസ്തവത്തിലെ പരിഹാരം എന്ന് പറഞ്ഞാൽ? ശാന്തി വേണം, മനസ്സിന് ശാന്തി ഉണ്ടാവും. അപ്പോ ഈ മനസ്സാണ് പ്രോബ്ലം ക്രിയേറ്റിംഗ്. അധ്യാത്മത്തിലൂടെയും പുതിയതെന്തോ നേടാനുണ്ട് എന്ന് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ആരാ ചെയ്യുന്നത്? മനസ്സാണ്. അണ്ണാമലൈ സ്വാമി ഭഗവാന്റെ ഭാഷപതനിലൊന്ന് അണ്ണാമലയാർ സ്വാമി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട ഭഗവാൻ, ഈ ആത്മസാക്ഷാത്കാരവും ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് മനസ്സുണ്ടല്ലോ ഇതൊന്ന് അടങ്ങിയാൽ മതി. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഓയ് ഇതാ പോയി ആത്മസാക്ഷാത്കാരം, അത് തന്നെയാണ് ആത്മസാക്ഷാത്കാരം. ഈ മനസ്സില്ലാതിരുന്നാൽ ഏതൊന്നാണോ അവശേഷിക്കുന്നത്, that itself is ആത്മസാക്ഷാത്കാരം. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കണം, കാരണം ഇത് ഒരു സൂപ്പർ ഇമ്പോസിഷൻ പോലെ ഏതോ ഒരു സിദ്ധിയാണ്. ധാരാളം ജപം ചെയ്ത് കിട്ടുന്ന എന്തൊക്കെയോ സിദ്ധി വരണോ, ആകാശത്തിന് വരണോ, ആത്മ വരണോ, എന്തൊക്കെയോ സിദ്ധിയാണോ? പൊതുവിൽ അധ്യാത്മത്തിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ശാന്തിയെ ആഗ്രഹിക്കുന്ന ആൾക്കാർ വളരെ തുച്ഛമാണ്, ദുർലഭമാണ്, വളരെ ദുർലഭമാണ്. എല്ലാവർക്കും എന്തൊക്കെയൊക്കെ സിദ്ധി വേണം അല്ലെ? ആരെങ്കിലുമൊക്കെ സിദ്ധി കാണിച്ചാൽ, മായാജാലം കാണിച്ചാൽ അവരുടെ പിന്നാലെ ക്യൂ നിന്ന് രസീത് എഴുതി പോകാനാണ് നമുക്കൊക്കെ ഇൻട്രസ്റ്റ്. സ്വാമി പറഞ്ഞൊരു കഥയിലാണ്, ഒരാൾ വലിയ സിദ്ധി, ധാരാളം സിദ്ധികൾ കാണിക്കും, എല്ലാവരും ആ നാട്ടിലുള്ള എല്ലാവരും അമ്പരം, ബുദ്ധി മാത്രം അമ്പരമേ. അയാൾക്ക് ഒരു ഭാവവ്യത്യാസവും ഇല്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഇയാളെ ഒന്ന് ഇംപ്രസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് ഒരു പുഴക്കരയിൽ, എന്നിട്ട് ഇദ്ദേഹത്തിന് ആ പുഴക്കരയിൽ എന്നിട്ട് നീ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ പുഴയുടെ മേലിൽ കൂടെ നടന്നു. സാധാരണ പുഴയുടെ മേളിൽ കൂടെ ഒന്നും നടക്കാൻ പറ്റില്ല. ഈ പുഴയുടെ മേളിൽ കൂടെ നടന്നു, അങ്ങോട്ട് നടന്നു, ഇങ്ങോട്ട് നടന്നു, അങ്ങോട്ട് നടന്നു, 5 തവണ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് പോക്കും വരവും ഒക്കെ ചെയ്തു. നേരെ വന്നിട്ട് ഇത് കണ്ടിട്ട് എന്ത് മനസ്സിലായി? സാമാന്യമായിട്ടുള്ള ഒരാൾക്ക് നടക്കാൻ പറ്റില്ല, എന്തോ ഒരു മായാജാലം ഉണ്ടായിരിക്കണം അല്ലേ? ബുദ്ധി പറയാണ്, തിരിച്ച് നീന്താൻ അറിയില്ല എന്ന് മനസ്സിലായി, നിങ്ങൾക്ക് നീന്താൻ അറിയില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഈ സിദ്ധിയൊക്കെ എന്തിനാ? എത്ര വലിയ സിദ്ധി ഉണ്ടെങ്കിലും ആ പരമേശ്വരന്റെ സിദ്ധി മുന്നിൽ വന്നാൽ, ഏറ്റവും വലിയ സിദ്ധി ഉള്ള പരമേശ്വരൻ അവസാനം യമരൂപത്തിൽ വന്ന് നിൽക്കുന്ന സമയത്ത് എന്താ പരിഹാരം? യമൻ ഓലൈ വന്നാൽ സ്വല്ല ഉത്തരം ശങ്കര ശങ്കര ശംഭോ. യമൻ ഓലൈ വന്നാൽ സ്വല്ല ഉത്തരം. അപ്പോ യമൻ ഓല വന്നാൽ കൊണ്ടുപോകും. എന്തിനു കൊണ്ടുപോകും? ഈ ശരീരത്തിന്. അത് നിശ്ചയമാണ്. ആ സമയത്ത് ഞാൻ ഈ ശരീരമല്ല എന്ന് ഉറച്ച് എന്റെ സ്വരൂപത്തിൽ ആര് ഇരുന്ന് സ്ഥിത എന്ന വാക്കിന് ഇരിപ്പ് എന്നർത്ഥം.
സ്ഥിതി, ഇരുപ്പ് നില, സ്വസ്ഥലം, ഹൃസ്ഥലം, ഹൃദയസ്ഥാനത്തില്, പ്രജ്ഞ, അറിവേ സ്വരൂപമായിട്ട്, എന്ന് വെച്ചാൽ ആ ഹൃദയത്തിനെ മാത്രം അറിഞ്ഞ് മറ്റുള്ളതിനെ ഒന്നും അറിയാതിരിക്കുന്നതുണ്ടല്ലോ, അത് തന്നെയാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം. ആ ലക്ഷണത്തെയാണ് നമ്മൾ പറയണത്. ആ ലക്ഷണത്തിന് വേറൊന്നും നമ്മൾ കരുതണ്ട, വേറെന്തോ സിദ്ധിയാണെന്നൊന്നും കരുതണ്ട. അത് ശാന്തിയാണ്, നിലവിടാത്ത ശാന്തി. എക്സ്റ്റേണലി നമുക്ക് കിട്ടണ എന്തെങ്കിലും നിന്ന് കിട്ടണതല്ലാത്തതായിട്ടുള്ള, നിലകളയാത്തതായിട്ടുള്ള ആ ശാന്തിയാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം. ആ ലക്ഷണത്തെയാണ് അർജുനൻ കൃഷ്ണനോട് ചോദിച്ചത്. അങ്ങനെ കൃഷ്ണൻ അർജുനന് ആ ലക്ഷണത്തിനെ ഓരോന്നായിട്ട് അക്കമിട്ട് പറഞ്ഞു കൊടുക്കാണ്. 55-ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യത്തെ. എന്നോട് പറയാം. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യത്തെ. പാർത്ഥ, അതെയോ അർജുന, പാർത്ഥ, യഥാ മനോഗതാൻ, എപ്പോഴാണോ ഈ മനസ്സിന്റെ ഗതാൻ എന്ന് പറഞ്ഞ മനസ്സ് എങ്ങടാ പോണത്? ആഗ്രഹത്തിന്റെ പിന്നിൽ. മനസ്സിന്റെ ഈ ആഗ്രഹങ്ങള് സർവാൻ കാമാൻ പ്രജഹാതി, സർവകാമങ്ങളെയും സർവ ആഗ്രഹങ്ങളെയും പുറന്തള്ളിക്കൊണ്ട്, പ്രജഹാതി തഥാ അപ്പോഴ് ആത്മന ആത്മനിയേവ, ആത്മാവ് കൊണ്ട് ആത്മാവിൽ തന്നെ. എല്ലാത്തിനും പുറന്തള്ളി കളയാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ശിവസ്വരൂപം, ഒരു മംഗളസ്വരൂപം ഉള്ളിൽ ഇരിപ്പുണ്ട്. ആ മംഗളസ്വരൂപം തന്നെ കേവല ആനന്ദരൂപം. അത് തന്നെയാണ് ആനന്ദരൂപം. അതിന് വെളിയിലൊരു ആനന്ദത്തിന്റെ ആവശ്യമേ ഇല്ല. ആനന്ദത്തിന്റെ സെന്റർ ഇറ്റ്സെൽഫ് ഈസ് ആനന്ദം. ആ ആത്മനിയേവ, ആത്മാവിൽ തന്നെ, തുഷ്ടഃ, തുഷ്ടഃ എന്ന വാക്കിന് സന്തോഷം എന്നർത്ഥം, ആനന്ദം എന്നർത്ഥം, ഒരു സുഖം, ഒരു ശാന്തി അല്ലെ? ഒരു ശാന്തി വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആനന്ദം നിലകളയാതിരിക്കണം. പക്ഷെ എക്സ്റ്റേണൽ തിങ്സിൽ നിന്നും, വെളിയിൽ നിന്നും, പുറം വസ്തുക്കളിൽ നിന്നും, ഇന്ദ്രിയ വ്യവഹാരത്തിലൂടെയൊക്കെ കിട്ടുന്നത് കുറച്ചു നേരത്തേക്ക്, അല്പനേരത്തേക്ക് ഒരു ശമനം. ഇവിടെ ആത്മാവിൽ തന്നെ ആ ആനന്ദം അനുഭവിക്കുന്നത് ആരാണോ സ്ഥിതപ്രജ്ഞ ഉച്യത്തെ. ഭഗവാൻ ഞാൻ പറയണു കേട്ടോളൂ എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ വലിയ ഗുരുവാണ്, ഞാൻ പറയണത് തന്നെ കേൾക്കണം എന്നൊന്നും പറഞ്ഞില്ല. സ്ഥിതപ്രജ്ഞ ഉച്യത്തെ. സ്ഥിതപ്രജ്ഞൻ ഇങ്ങനെയാണ് എന്ന് പറയപ്പെടുന്നു. ആരാൽ പറയപ്പെടുന്നു? ഈ ഋഷി പരമ്പരകളാൽ പറയപ്പെടുന്നു. പറയപ്പെട്ട് ആചരിച്ച് നമ്മുടെ മുന്നിൽ. അപ്പൊ അതിനെന്താ വേണ്ടത്? ആദ്യം ഈ മനസ്സ് പുറപ്പെടുവിക്കുന്ന ആഗ്രഹങ്ങളുണ്ട്. ഇന്ദ്രിയങ്ങള് എന്തൊക്കെയോ മണം കൊണ്ടുവരും, എന്തൊക്കെയോ കാഴ്ചകൾ കൊണ്ടുവരും, കേൾക്കണ ശബ്ദത്തിലുള്ള രസം കൊണ്ടുവരും, രുചി കൊണ്ടുവരും. ഇതിന്റെയൊക്കെ പിന്നില് മനസ്സിന്റെ ഒരു പ്രയാണം ഉണ്ട്. ഈ പ്രയാണമാണ് ആഗ്രഹം. ആഗ്രഹ നിവർത്തിക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കും. ആഗ്രഹം ഉള്ളിൽ മാനിഫെസ്റ്റ് ആവുന്നു, മനസ്സ് ആഗ്രഹ രൂപം എടുക്കുന്നു. ഈ ആഗ്രഹ നിവർത്തിക്ക് വേണ്ടി നമ്മൾ വേല ചെയ്യണു, വേല ചെയ്ത് മൂഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വലിയൊരു ശത്രുവാണ് ഉള്ളിൽ ഇരിക്കുന്നത്. കാമ ക്രോധശ്ച ലോഭശ്ച ദേഹേ തിഷ്ഠന്തി തസ്കരാഹ ജ്ഞാനരത്ന അപഹാരാർത്ഥം തസ്മാത് ജാഗ്രത. ആചാര്യസ്വാമികൾ പറഞ്ഞു, കാമക്രോധശ്ച ലോഭശ്ച, കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം എന്നീ തുടങ്ങിയതായിട്ടുള്ള ശത്രുക്കള്, ഒരു തസ്കരന്മാര്, കള്ളന്മാര് ദേഹേ തിഷ്ഠന്തി,
ജ്ഞാനരത്ന അപഹാരാർത്ഥം. ആ ശത്രുക്കളാണ് നമ്മുടെ ജ്ഞാനരത്നത്തെ നമുക്ക് തരാതിരിക്കുന്നത്. അതാണ് ജനകൻ ഏതോ പൂന്തോട്ടത്തിൽ വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു സിദ്ധൻ വേറെ ആൾക്കോ ഉപദേശിച്ച ഉപദേശം കാതിൽ വീണപ്പെട്ടു. പ്രബുദ്ധോഹം പ്രബുദ്ധോഹം ദൃഷ്ടചോരോയമാത്മന. ഞാൻ ഉണർന്നു ഉണർന്നു, ഞാൻ കള്ളനെ കണ്ടു കള്ളനെ കണ്ടു. ഉറങ്ങിക്കിടക്കുമ്പോ ഈ കള്ളന്മാര് വ്യവഹരിക്കുന്നത് ഞാൻ ഉണർന്നപ്പോ കണ്ടു, ഈ കള്ളന്മാരെ കണ്ടു. മനോനാമ. ഏതാണ് കള്ളൻ എന്ന് പറഞ്ഞാൽ മനസ്സ്. എലി. എന്നൊക്കെ വീട്ടില് സ്ഥിരം ഉണ്ടാവണ എലിയാണ് ഈ മനസ്സ്. എവിടെ ഒളിഞ്ഞിരിക്കണെന്ന് അറിയാൻ പറ്റും. രാത്രിയാകുമ്പോൾ കർക്കുറവും 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 സൗണ്ട് വരും അല്ലെ. ഇത് എവിടെയാ ഇത് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. സൗണ്ട് കേൾക്കുമ്പോ അറിയില്ല എവിടുന്ന്. നമ്മൾ സ്വാമി പറഞ്ഞൊരു കഥയില് അത് രസകരമായിട്ടുള്ള ഋഷികേശ് സത്സംഗ പരമ്പരയിലെ ഒരു കഥ ഇപ്പോഴും ഓർമ്മ നിൽക്കുന്നുണ്ട്. ഇതില് ഒരു അമ്മ, നമ്മളൊക്കെ അമ്മമാര് വീട്ടിൽ എലിയായിട്ട് എപ്പോഴും ഫൈറ്റിംഗ് ആണ്. അപ്പൊ ഒരു അമ്മ എത്ര വീട് ക്ലീൻ ചെയ്താലും ഒരു എലിയാണ്. ഈ അമ്മ എന്ത് ചെയ്തു, വളരെയധികം സത്സംഗത്തിലൊക്കെ, നമ്മളെ പോലെ സത്സംഗത്തിലൊക്കെ ഇരിക്കണ ഒരു അമ്മ എന്ന് വെച്ചു. ആ അമ്മ എന്ത് ചെയ്തു, ഇതിനെ എടുത്ത് ഒരു കവറിലാക്കി കെട്ടി 10 കിലോമീറ്റർ അപ്പുറത്ത് പെട്രോൾ അടിച്ച് ഡ്രൈവ് ചെയ്ത് കൊണ്ട് ഈ എലിയങ്ങൾ തിരിച്ച് അടുത്ത ദിവസം വന്ന് നോക്കിയ ഇതേ എലിയാണ്. വീണ്ടും ഇതുപോലെ വേറെ ദിശയിൽ കൊണ്ടുവിട്ടു, വീണ്ടും അതേ. എത്ര കൊണ്ട് കളയണോ അത്ര എലി വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ അമ്മയ്ക്ക് ഒരു സംശയം. കാരണം ഞാൻ എന്നും കൊണ്ട് കളയണ അതേ എലിയാണോ ഇവിടെ വരണത് എന്നൊരു സംശയം. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു മഞ്ഞ കളർ പെയിന്റ് അടിച്ച് ആ എലിയുടെ മുകളിലേക്ക് അടിച്ചിട്ട് 10 കിലോമീറ്റർ അടുത്ത ദിവസം നോക്കിയപ്പോ അതേ എലി. ഇതാണ് മനസ്സ്. എത്ര നമ്മൾ മെഡിറ്റേഷൻ ചെയ്തിരുന്ന ദൂരെ കൊണ്ടുവിട്ടാലും അത് വീണ്ടും വന്ന് യഥാസ്ഥാനത്തിലും. അതുകൊണ്ട് ഈ മനസ്സിനെ നമ്മൾ എത്ര ദൂരത്തേക്ക് വിട്ടാലും അത് അതേ സ്പീഡിൽ തിരിച്ചു വരും. കാരണം മനസ്സ് എന്ന് പറയുന്നത് ആത്മാവിലെ ഉദിച്ച ഒരു അതിശയ ശക്തി എന്നാണ് ഭഗവാൻ രമണ മഹർഷി പറഞ്ഞത്. ആത്മാവിന്റെ തന്നെ അതിശയ ശക്തിയാണ്. ദാറ്റ് ഈസ് ഇല്യൂഷൻ. ഉള്ളത് ആത്മാവേ ഉള്ളൂ, മനസ്സ് ഉണ്ട് എന്ന് നമുക്ക് തോന്നണം. അപ്പൊ അതിന്റെ പിന്നാലെ പോയാൽ, ഇല്യൂഷന്റെ പിന്നാലെ പോയാൽ നമുക്ക് കൺകെട്ട് വിദ്യകൾ പലതും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഉള്ള പൊരുളിനെ അറിയൽ, അതിനെന്ത് വേണം? വേറെ ചിന്തകളില്ലാതെ, ആഗ്രഹങ്ങളില്ലാതെ, വെളിയിൽ ഒന്നിനോടും ഒരു മമതയില്ലാതെ അങ്ങനെ ആര് വർത്തിക്കണോ അവൻ ആത്മാവിൽ തന്നെ ആ ശാന്തിയെ അനുഭവിച്ച്, ആനന്ദം അനുഭവിച്ച് അവൻ സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കും. എന്നുവെച്ചാൽ അവന് വെളിയിൽ നിന്നും നേടാനില്ല. ആ സുഖം ഉള്ളിൽ തന്നെ ഉണ്ട്, പക്ഷെ അത് മറച്ചു വച്ചിരിക്കുന്നു. അക്ഷരമണമാലയിൽ ഒരു പാട്ട്, സുഖക്കടൽ പൊങ്ക. എപ്പോഴാണോ ആത്മാവിന്റെ ആ സുഖം ഒന്ന് അറിയണത്, ചൊല്ലുണർവ് അടങ്ക. ചൊല്ലെന്ന് പറഞ്ഞാൽ പ്രാണൻ അല്ലേ. ഈ വാക്ക് പ്രാണ എന്ന് വേണം. ചൊല്ലെന്ന് പറഞ്ഞാൽ വാക്ക് എന്നർത്ഥം. വാക്ക് എന്ന് പറഞ്ഞാൽ പ്രാണൻ എന്നർത്ഥം. പ്രാണൻ അടങ്ങ. പ്രാണൻ പോയി അടങ്ങി, ശാന്തമാവുക. പ്രാണൻ അടങ്ങി. ഉണർവ് അടങ്ക. ഉണർവ് എന്ന് പറഞ്ഞാൽ ഈ സംസാര ജീവിതം. ഈ സംസാര ജീവിതത്തിന് ഫുള്ളി ഫിൽഡ് വിത്ത് ദുഃഖം. ഇവിടെ മുഴുവൻ നോക്കിയ ജാഗ്രത ഉണർവ് നോക്കൂ. ദുഃഖം നമ്മുടെ മുന്നിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ മുന്നിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു, നർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ ആ ദുഃഖത്തിനെയും കഴിഞ്ഞാൽ ചൊല്ലു ഉണർവ് അടങ്ക ചുമ്മാ പൊരുന്തിടുങ്ക. അരുണാചല, വാട്ട് ഈസ് ദാറ്റ് ചുമ്മാ പൊരുന്തിടുങ്ക എന്ന് വെച്ചാൽ അസ്ഥിത ലക്ഷണം. അതാണ് ലക്ഷണം എന്ന് പറയുന്നത്. ഇത് ഈ ആഗ്രഹങ്ങൾ നമ്മളെ കൊല ചെയ്തുകൊണ്ടേയിരിക്കും. മാൻ കില്ലിംഗ് ആണ് ഈ ആഗ്രഹം. ഉണ്ടല്ലോ, മറ്റൊരാളെ കൊല ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ആഗ്രഹം എന്തിനോടാ പറയണത്? ധാരാളം വെൽത്തിനോട്, സ്വർണങ്ങളിനോട്, പല പല വസ്തുക്കൾ നമ്മൾ വെളിയിൽ കാണണതിനോട്. മണ്ണാസൈ, പൊന്നാസൈ, മങ്കയറ എന്നൊക്കെ തായ്മാനവർ സ്വാമി പറഞ്ഞിരിക്കുന്നു.
മണ്ണാസൈ, ഇത് ഭൂമിക്ക് വേണ്ടി. ഈ ആഗ്രഹം ഒരു കാലത്തും തീരില്ല. രാജാവ് 3 പ്രജകളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ 3 പേരും ഇവിടുന്ന് ഓടണം. എത്ര ഓടണോ അത്രയും സ്ഥലം നിങ്ങൾക്ക് പതിച്ചു തരാം എന്ന് പറഞ്ഞു. സ്വാമി പറയും, ഇന്നും ഈ 3 പേര് തിരിച്ചു വന്നിട്ടില്ല. ഇന്നും ഈ 3 പേര് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ആഗ്രഹം അവസാനിക്കണില്ല. അവസാനം എന്താവണോ? ചത്തുപോകുന്നു പാവം ശിവശിവ. സിദ്ധൻ തന്നെ പാടിയൊരു പാട്ടുണ്ട്. ഓടി 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 ഉൾക്കടந்த ജ്യോതി, നാടി 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 നാட்களுം കഴിഞ്ഞു. എത്രയോ നാൾ ഓടി 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 ഈ ഉള്ളിൽ ജ്യോതിയെ വെച്ചിട്ട് ഓടുന്നു. എന്തൊക്കെയോ നേടി 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 റെസ്റ്റേ ഇല്ല. അവസാനം റെസ്റ്റ് ഇൻ പീസ്, RIP. ഈ സമ്പാദിച്ചത് മുഴുവൻ ആർക്കൊക്കെയോ ഉപകരിക്കും. ഒരു അർത്ഥമില്ലാത്ത ഒരു സമ്പാദ്യം. സർവം വ്യർത്ഥം മരണകാലേ സാംബയേവ സഹായം. സർവം വ്യർത്ഥം. മരണസമയത്ത് സർവം വ്യർത്ഥമാണ്. ഒന്നും ഉരുപ്പടിയേ അല്ല. പരമേശ്വരനെ പിടിക്കലുണ്ടല്ലോ, ഭഗവാനെ അറിയലുണ്ടല്ലോ, തന്നെ ആത്മസ്വരൂപത്തെ ആരറിയണോ അവന് എല്ലാം കിട്ടി. അവനാണ് വാസ്തവത്തിൽ സഹായം ഉണ്ടാവുക. അതുകൊണ്ട് ഈ ആഗ്രഹത്തെ ഇല്ലാതാക്കുക. ഡിമാൻഡ് കില്ലിംഗ് ആണ്. ഒരിടത്ത് ഒരാള് നിധി തേടിപ്പോയി ഒരു കാട്ടിന്റെ ഉള്ളിൽ. നിധിയുടെ തൊട്ടടുത്ത് എത്തിയതും ഒരു സന്യാസി വന്നിട്ട് പറഞ്ഞു, ഇത് ആളക്കൊല്ലിയാണ്, ഓടിക്കുമെന്ന്. ഇത് സന്യാസി ഓടി. ഇവര് നോക്കിയപ്പോ നിറയെ സ്വർണം, ധാരാളം സ്വർണം, രത്നം ഒക്കെ ഇരിക്കും. അപ്പൊ ഈ സന്യാസി എന്തിനാ ഇങ്ങനെ ഓടിയത്? ധാരാളം രത്നം ഇരിക്കുക. ഈ 2 പേരെന്ത് ചെയ്തു? ഇതിനെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പട്ടണത്തിൽ പോയി. പട്ടണത്തിൽ പോയി രാത്രിയായി ഒരിടത്ത് റൂം എടുത്തു. എന്ന് കഴിഞ്ഞപ്പോ ഈ ഉള്ളിലിരിക്കണ ഒരാൾക്ക് ഒരു തോന്നൽ വന്നു, ഇയാളെ അങ്ങോട്ട് തട്ടി ആ മൊത്തം കാശ് ഇതിന് ഇയാൾക്ക് പകുതി കൊടുക്കുന്നത്. അതേ ആള് തിരിച്ചും ചെന്നിട്ടു. ഇങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇവര് ആഹാരം കൊടുക്കുന്നതിന്റെ ഇടയിൽ, ഈ ഓരോ ആഹാരത്തിന്റെ ഇടയിൽ അയാൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ ഇയാൾ വിഷം കലർത്തി, ഇയാൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ അയാൾ വിഷം കലർത്തി, 2 പേരും വിഷം കഴിച്ചു. 2 പേരും വിഷം കഴിച്ചു. ഇതുപോലെയാണ് ഈ ആഗ്രഹം. എത്ര ആഗ്രഹിച്ചാലും നമുക്ക് ഇൻസുലിൻ വരും, മതം വരും. അല്ലേ? ഈ ആഗ്രഹം ഇല്ലാതിരിക്കലും. ആശയെ വിട വിട ഇമ്പം കാണും. ആ ഇമ്പത്തെയാണ് ഇവിടെ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ ഒരു ലക്ഷണം. ഈ ആഗ്രഹത്തിനെയൊക്കെ കളഞ്ഞ് ശാന്തനായിട്ട് ആത്മാവിന്റെ രസത്തില്, അനുഭൂതി രസത്തിൽ അങ്ങനെ ഇരിക്കുന്നതുണ്ടല്ലോ, ആ ഇരിപ്പ് നില, കളയാത്തുള്ള നില, ആ നിലയാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം. ദുഃഖമില്ലാത്ത സുഖമില്ല. ദുഃഖം കൊണ്ടുള്ള വിഷമില്ല, സുഖം കൊണ്ടുള്ള ഒരു ആഗ്രഹമോ ഒന്നുമേയില്ല. വെളിയിൽ ഒന്നിനെയും തേടി എന്റെ അടുക്കൽ വയ്ക്കണമെന്നുമില്ല. അവര് ആത്മാവിൽ നിർവൃതി അടങ്ങി. കാരണം ലോകത്തെവിടെയും കിട്ടാത്തതായിട്ടുള്ള ആ സുഖാനുഭവം ആത്മാവിന്റെ സ്വരൂപമാണ്. അപ്പോ 2ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അതാണ് പറയുന്നത്. 56ാമത്തെ ശ്ലോകം, ദുഃഖേഷനുദ്വിഗ്നമനാഃ സുഖേഷു വികതസ്പൃഹഃ വീതരാഗഭയക്രോധഃ സ്ഥിതധീഃ മുനിരുച്യത്തെ. ദുഃഖേഷു അനുദ്വിഗ്നമനാഃ സുഖേഷു വികതസ്പൃഹഃ വീതരാഗഭയക്രോധഃ സ്ഥിതധീഃ മുനിരുച്യത്തെ. ദുഃഖേഷു, ദുഃഖങ്ങളില്, അനുദ്വിഗ്നമനാഃ വ്യാകുലനാകാതെ, ദുഃഖങ്ങൾ വരുമ്പോൾ വിഷമിക്കാതെ, സുഖേഷു സുഖങ്ങളില്, വിഗതസ്പൃഹഃ എന്ന് വെച്ചാൽ അതിൽ പോയി ഒട്ടാതെ, അതിൽ പോയി ഒരു തൽപരനാവാതെ,
സുഖതൽപരനായി മാത്രമിരിക്കാതെ വീതരാഗ ഭയക്രോധ, രാഗം, ക്രോധം, ഭയം, അറ്റാച്ച്മെന്റ്, ആംഗ്രി, ഫിയർനെസ്. രാഗ എന്ന് വെച്ചാൽ ഒരു പാശം, ഒരു മമത, ക്രോധം, ദേഷ്യം, രാഗ, ദ്വേഷ, ദേഷ്യം, ഭയം. ഇത് രണ്ടും വന്നാൽ തന്നെ ഭയം വിൽ അപ്പിയർ. ആ ഭയത്തെ ഇല്ലാതാക്കൽ. രാഗം, ക്രോധം, ഭയം ഒക്കെ ഒന്നും ലവലേശം ബാധിക്കാതെ മുനിഹി, മുനിഹി എന്ന വാക്കിന് മൗനം എന്നർത്ഥം. ഇവിടെ മൗനത്തിൽ വർത്തിക്കുന്ന ഒരാൾ, മുനി. മൗനം എന്ന വാക്കിന് തന്നെ മുനേഹേ സ്ഥിതി എന്നാണ് പറയുന്നത്. മുനിയുടെ സ്ഥിതിയാണ് മൗനം. എന്താ വാക്കുമൗനമാണോ എന്ന് ചോദിച്ചാൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. വാക്കുമൗനത്തിൽ ഇരുന്നാലും ഇപ്പൊ തന്നെ ചിലര് മൗനവ്രതമൊക്കെ എടുക്കുന്നത് നല്ല ഭംഗിയാണ്. നമ്മളും ചെയ്യും കേട്ടോ. പറയുമ്പോ നമ്മുടെ കുറവും കൂടെ പറയണം. മൗനവ്രതത്തിൽ ഇരിക്കുന്നു, വാക്കുമൗനമായിട്ട് ഇരിക്കുന്നു, ഫോണിലൂടെ അയച്ചു കൊടുത്തോണ്ടേയിരിക്കും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. പക്ഷെ വാക്കുകൊണ്ട് മൗനമായിരിക്കും. ഇതല്ല മൗനം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. മുനിഹി സ്ഥിതദീഹി ഉച്യത്തെ. അങ്ങനെ ആരിയ്ക്കുന്നു മൗനനിലയിൽ, സുഖത്തിനും ദുഃഖത്തിനും ഒന്നും അഡിക്റ്റ് ആവാതെ, ഒന്നിനോടും ഒരു മമതയില്ലാതെ, രാഗ ദ്വേഷ ക്രോധ ഭയമൊന്നുമേ ബാധിക്കാതെ ഏകാന്തമായിട്ട്. ഏകാന്തം എന്ന് പറഞ്ഞാൽ ഏതോ ജനസമൂഹത്തില് അല്ലാതെ ഏതോ ഒരു കാട്ടിൽ പോയിരിക്കൽ മാത്രമല്ല. ഏകാന്തം എന്ന് പറഞ്ഞാൽ ജനസമൂഹ മധ്യേ ദ്വൈതം പശ്യാം. ജനകൻ പറഞ്ഞു, ജനസമൂഹത്തിന്റെ മധ്യത്തിൽ കൂടെ ഞാൻ ദ്വൈതത്തിനെ കാണുന്നില്ല. അങ്ങനെ ഇരുന്നാൽ ആ ലക്ഷണത്തിന് എന്ത് പറയുമെന്ന് വെച്ചാൽ സ്ഥിതപ്രജ്ഞ ലക്ഷണം എന്ന് പറയപ്പെടുന്നു. ഭഗവാൻ ഓതന്റിസിറ്റിയെ വിട്ടേയില്ല, നമ്മുടെ വേദ പാരമ്പര്യത്തെ വിട്ടേയില്ല. ഓതന്റിക്കലായിട്ട് തന്നെ ഭഗവാൻ അവിടെ റിപ്ലൈ ചെയ്തു. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. എന്താ ഈ ദുഃഖം എന്ന് പറയുന്നത്? എങ്ങനെയാ ഈ ദുഃഖം നമുക്ക് ബാധിക്കുന്നത്? നോക്കിയാൽ ദുഃഖത്തിന്റെ മൂലകാരണം എക്സ്പെക്ടേഷൻ, ആഗ്രഹം. ആഗ്രഹമാണ്. ആശയെ പടപട തുമ്പം താനെ. ഒരു സിദ്ധൻ പാടിയിരിക്കുന്നു, ഈ ആഗ്രഹം ഉണ്ടല്ലോ ഒരുപാട് ആയ ഒരു ദുഃഖം ചെറുതായിട്ട് വരുന്ന സമയത്ത് അതിന്റെ ഒരു ഔഷധം തേടും. ആ ഔഷധം തന്നെ വലിയൊരു ദുഃഖത്തിന് കാരണമാവും. പ്രഹ്ലാദൻ ഭാഗവതത്തിൽ അതാ പറഞ്ഞിരിക്കുന്നത്, ദുഃഖൌഷധം തദപി ദുഃഖം. ദുഃഖത്തിന് നീ എടുക്കുന്ന മെഡിസിൻ ഉണ്ടല്ലോ, വാട്ട് ഈസ് ദാറ്റ് മെഡിസിൻ? എക്സ്റ്റേണൽ തിങ്സ്. ഇല്ലെങ്കിൽ ഉള്ളിലിരിക്കുന്ന ആഗ്രഹത്തെ വെളിയിൽ നിറവേറ്റാൻ ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് ദി മെഡിസിൻ. That medicine will create side effect, very harmful side effect. നല്ല ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റിനെ അത് തരും. അപ്പൊ ദുഃഖത്തിന് കാരണം എന്താ? ആഗ്രഹമാണ്. ആഗ്രഹത്തെ ഇല്ലാതിരുന്നാൽ തന്നെ ദുഃഖം നമുക്ക് കുറഞ്ഞേയിരിക്കും. സിദ്ധൻ പാടിയിരിക്കുന്നത്, വിപതോ നൈവ വിപതഃ സമ്പതോ നൈവ സമ്പതഃ. ഈ വിപത്ത് എന്നൊക്കെ നിങ്ങൾ പറയണില്ലേ, അതൊന്നും വലിയ വിപത്തൊന്നുമല്ല. സമ്പത്ത് എന്ന് നിങ്ങൾ പറയണുണ്ടല്ലോ, എന്തൊക്കെയോ ധാരാളം സ്വർണം, ധാരാളം ധനം, വീട്, കൊട്ടാരം, ഔട്ട് ഹൗസ്, വേണ്ട ബഹളങ്ങള്, കാറ് ഒക്കെ, ഫ്ലാറ്റ്, ഇതിനൊക്കെയാണ് നിങ്ങൾ സമ്പത്ത് എന്ന് പൊതുവില് വിലയിരുത്തുന്നത്. സമ്പത്തോ നൈവ സമ്പതഃ. ഈ സമ്പത്തൊന്നും വലിയ സമ്പത്തൊന്നും അല്ല. അപ്പൊ പിന്നെ എന്താ ഈ വിപത്ത്? വിപത് വിസ്മരണോ വിഷ്ണു. വിപത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ വിഷ്ണുവിനെ, വിഷ്ണു എന്ന് പറഞ്ഞാൽ തത് വിഷ്ണോ പരമം പദം. ആ പരമമായ ഈശ്വരൻ, ആ പരമമായ പദത്തിനെ മറക്കണതുണ്ടല്ലോ, അത് തന്നെയാണ് വിപത്ത്.
അത് മറക്കാതിരിക്കണമെങ്കിൽ വെളിയിൽ ഈ വിപത്തൊക്കെ നമുക്ക് വരണം. നമ്മൾ കരുതുന്ന വിപത്ത് വരണം. കാരണം ആ വിപത്താണ് നമുക്ക് ഈശ്വരനെയൊക്കെ ഓർമ്മിപ്പിച്ചു തരണം അല്ലേ. ഒന്ന് വീഴുമ്പം എന്റെ ഭഗവാനെ, ഇന്ന് കാല് തെറ്റി തറയിൽ വീണ എന്റെ ഭഗവാനെയും. എന്താ കാരണം? വിപത്ത് വരുമ്പോ നമ്മള് സ്പോണ്ടേനിയസ്ലി വി ആർ കോളിംഗ് ഈശ്വരനാമം. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിലെ ആദ്യ നാമം ശ്രീമാത്രേ നമഃ. എല്ലാവരും നോക്കൂ, അമ്മേ 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 എന്ന് പറഞ്ഞു. ഈ അമ്മ എന്ന് പറയുന്നത് ആരുടെ നാമമാണ്? പരമേശ്വരിയുടെ നാമം, പരബ്രഹ്മത്തിന്റെ നാമം. ഭഗവാന് തന്നെ ഒരു നാമമുണ്ട്, അമ്മയപ്പൻ, മാതൃഭൂതേശ്വരമൂർത്തി. അമ്മയപ്പൻ വേറെ വിഷയം. അപ്പോ വിപത് വിസ്മരണ, വിപത് വിസ്മരണം വിഷ്ണോ സമ്പത് നാരായണ സ്മൃതി. പരമേശ്വരനെ, ആ പരമമായ ആത്മതത്വത്തെ മറക്കണതാണ് ദുഃഖം. അപ്പോ ആത്മതത്വത്തിൽ തന്നെ ഉറച്ചിരുന്നാൽ അവിടെ എന്തെങ്കിലും പെയിൻ ഉണ്ടോ, അവിടെ എന്തെങ്കിലും ദുഃഖമുണ്ടോ? കാരണം ഇതൊന്നും ആത്മാവിനെ സ്പർശിക്കാൻ ശക്തമേ അല്ല. ഒരു പെയിനും ആത്മാവിനെ സ്പർശിക്കാൻ ശക്തമേ അല്ല. കാരണം ആത്മാവ് അറ്റ് ദി പ്രസന്റ് മൊമെന്റ് ആണ്. എപ്പോ ഒരു പെയിൻ വന്നോ, ആ പ്രസന്റ് വിൽ ചേഞ്ച് ഇൻ ടു പാസ്റ്റ് ആൻഡ് പ്രസന്റ് വിൽ റിമെയിൻ ആസ് പ്ലസന്റ് ആയിട്ടിരിക്കണം, ഒന്നും സ്പർശിക്കാതെ. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് തന്നെ ഒരു ചാഡ്വിക് എന്ന് പറഞ്ഞൊരു വെള്ളക്കാരൻ ചോദിച്ചു, is there any pain മഹർഷി? ഭഗവാന് സാർക്കോമ, ക്യാൻസർ വന്ന സമയത്ത് is there any pain, അവിടെ എന്തെങ്കിലും വേദന ഉണ്ടോ? അപ്പോ ഭഗവാൻ നാച്ചുറലി, നോക്കൂ, നമ്മൾ കരുതും ഏതോ ഒരു വസ്തു എന്നൊക്കെ വിചാരിക്കും, കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നും. നമ്മൾ വിചാരിക്കും ഇവർക്കൊന്നും വേദനിക്കൊന്നുമില്ല, ഒന്നുമില്ല എന്ന് വിചാരിക്കും. സ്ഥിതപ്രജ്ഞനോ ഒന്നും വേദനയില്ല, അയ്യോ എന്ന് വിളിച്ചാൽ ഇയാൾ കള്ളസ്വാമിയാണ്, നമ്മൾ വിലയിരുത്തരുത്. ഭഗവാൻ രമണ മഹർഷിയുടെ ഉത്തരം, അതേ ചാഡ്വിക്, പെയിൻ ഉണ്ട്, ബട്ട് ദർ ഈസ് നോ സഫറിങ്. പെയിൻ ഉണ്ട്, പക്ഷേ അവിടെ സഫറിങ് ഇല്ല, അവിടെ ബുദ്ധിമുട്ടില്ല. സഫറിങ് അവിടെ സ്പർശിക്കണേ ഇല്ല. കാരണം സഫറിങ് ഇസ് ദി നേച്ചർ ഓഫ് മൈൻഡ്, നോട്ട് അവർ റിയൽ നേച്ചർ. നമ്മുടെ സ്വരൂപമേ അല്ല, അത് മനസ്സിന്റെ സ്വരൂപമാണ് ഈ സഫറിങ്. അതുകൊണ്ട് ദുഃഖം എന്ന് പറയണതുണ്ടല്ലോ, അത് ആഗ്രഹം കൊണ്ടുണ്ടാവുന്നതാണ്. ഈ ആഗ്രഹത്തെ ഇല്ലാതാക്കിയാൽ ശോക മോഹ എന്ന് ഉപനിഷത്ത് മന്ത്രമേ ചോദിക്കണു. എവിടെ ശോകം, എവിടെ മോഹം? ഒന്നുമേ ഇല്ല. ഇവിടെ ഒന്നും നേടേണ്ടതൊന്നുമില്ല. സുഖേഷു വികതസ്പൃഹ. ചിലര് സുഖത്തിൽ പോയി അറ്റാച്ച്ഡ് ആവും. സുഖം പോകുമ്പോ അയ്യോ സുഖം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു ദുഃഖം. എന്നാൽ സുഖത്തിലിരുന്ന് അങ്ങോട്ട് സുഖിക്കുക തന്നെ വേണ്ടത്. അതും ചെയ്യില്ല. ഈ സുഖം ഇങ്ങോട്ട് നശിച്ചു പോവോ, നഷ്ടമാവോ എന്നും പറയാം. ഇതിലാണ് എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതാണ് വീതരാഗ ഭയക്രോധ. ഈ സുഖവും ദുഃഖവുമാണ് നിങ്ങൾക്ക് ഭയം തരണത്. നല്ല ദുഃഖം വരുമ്പോഴും ഭയപ്പെടും, ഈ ദുഃഖത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ. നല്ല സുഖം വരുമ്പോഴും ഈ ഭയം ഇല്ലാതിരിക്കില്ലല്ലേ വേണ്ടത്, പക്ഷെ ഭയപ്പെടും. എന്താന്ന് വെച്ചാൽ ഈ സുഖം എനിക്ക് നഷ്ടപ്പെടുമോന്ന് ഭയം. ഇത് കുഴപ്പമാണ്. ഈ ഒരു ക്രോധം വരണം. ക്രോധം വന്ന് എടുത്തുചാട്ടം വന്നിട്ട് നമ്മൾ ആരെടുത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രയോഗിക്കും, ആയിക്കോട്ടെ പറയണം, അല്ലെങ്കിൽ അടിക്കണം, ചീത്ത പറയണം. പക്ഷെ നമുക്ക് അതിന്റെ ഭവിഷ്യത്തിനെ പറ്റി അപ്പൊ ചിന്തയില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ ആ ഭവിഷ്യത്തിനെ കുറിച്ചുള്ള ചിന്ത വരും. ആ ചിന്ത തന്നെ ഒരു ഭയം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ ഭയം വരണുണ്ടല്ലോ, ആ ഭയത്തിനും മൂല കാരണം ഈ വിക്ഷേപമാണ്. അല്ലെങ്കിൽ സുഖവും ദുഃഖത്തിനെയും നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് പിരിച്ചു വച്ചിരിക്കണം. ഇത് സുഖം, ഇത് ദുഃഖം. അങ്ങനെ പിരിച്ചു വയ്ക്കൽ തന്നെയാണ് ഒരു അജ്ഞാനം എന്ന് ഭാഗവതമേ പറയുന്നു. കിം ഭദ്രം കിം അഭദ്രം ദ്വൈതസ്യ അവസ്തുന. ദ്വൈതത്തിന്റെ വസ്തുവില്ലായ്മയാണ്. അതുകൊണ്ട് ആ രണ്ടിനെയും എടുത്തങ്ങോട്ട് കളഞ്ഞാൽ ആ ദുഃഖത്തിന്റെ അവസാനം ആ ആത്മതത്വം വരും.
ആത്മതത്വം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ദുഃഖമാണ് ഇപ്പൊ അർജുനന് ഇത് കിട്ടുന്നത്. അർജുനന് ഈ വിദ്യ കിട്ടാൻ കാരണം അർജുനന്റെ ഉള്ളില് താങ്ങാനാവാത്ത യക്ഷോകം ഉച്ചോഷണൻ ഇന്ദ്രിയാണ്. ഇന്ദ്രിയങ്ങളെ പോലും വരട്ടി വരട്ടി ഉണക്കണ തരത്തിലുള്ള ഒരു ശോകം വന്നു. ആ ശോകത്തിന്റെ ഫലം അമൃതമാണ്, ഗീതയാണ്. അതുകൊണ്ട് ശോകം വരണവരൊക്കെ ഹാപ്പി ആയിരുന്നോളൂ. കാരണം ഇനി നമുക്ക് മെഡിസിൻ കഴിക്കാം. ഇത് വേദാന്തമാകുന്ന മെഡിസിൻ, ഈ മരുന്ന്, ഭഗവത് നാമമാകുന്ന മരുന്ന് കഴിച്ച് ഭേഷകം ഭിഷക്, ഭഗവാന്റെ നാമം ഭേഷകം, ഭിഷക് മരുന്നും വൈദ്യനും ഭഗവാനാണ്. നോക്കൂ, വൈദ്യന് വെളിയിലേ നിൽക്കാൻ പറ്റുള്ളൂ, പക്ഷെ ഭഗവാനാകുന്ന വൈദ്യന് മരുന്ന് രൂപത്തിൽ ഉള്ളില് പോയി ഇതിനെ, ഈ രോഗത്തെ ഇല്ലാതാക്കാൻ പറ്റും. ആ മരുന്നാണ് നമ്മൾ സത്സംഗത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ മരുന്നാണ് നമ്മൾ നിത്യനിരന്തരം ശ്രവണാഭിഹി ബഹുപര്യോ നലഭ്യ. ശ്രവണത്തിലൂടെ അല്ലാതെ ഇത് കിട്ടുകയില്ല. ഭഗവാൻ രമണ മഹർഷിക്ക് ശ്രവണത്തിലൂടെയാണ് കിട്ടിയത്. പലർക്കും നമ്മൾ നോക്കൂ, ഈ ശ്രവണത്തിലൂടെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോ ശ്രവണത്തിലൂടെയാണ് നമുക്ക് ആത്മതത്വം കേൾക്കേണ്ടത്. അപ്പോ ആ ആത്മതത്വത്തെ നമ്മൾ കേട്ട് ആ മരുന്നിനെ നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് നമ്മള് ഈ ദുഃഖവും സുഖവും ഒക്കെയും ആഗമാഹ പായിനാഹ അനിത്യ, ഇത് നിത്യമല്ലാത്തതാണെന്ന് മനസ്സിലാക്കി അതിനപ്പുറത്ത് കടക്കുക. ഇതാണ് ഒരു മുനിയുടെ സ്ഥിതി. ദാറ്റ് സ്ഥിതി ഇറ്റ്സെൽഫ് ഈസ് മൗനം. അതുകൊണ്ടാണ് ഭഗവാൻ ആത്മാവിന്, രമണ മഹർഷി ആത്മാവിന് തന്നെ ഒരു പേരിട്ട് പറഞ്ഞത് ഇതുവേ മൗനമേ. ആത്മാവിന്റെ സ്വരൂപം എന്താ? മൗനം. മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം. അത് വാക്കുമൗനമല്ല. മൗനിയായി കറുപ്പോൾ മലരാതിരുന്നാൽ മൗനം ഇതാമോ അരുണാചൽ. അക്ഷരമണമാലയിൽ ഒരു പാട്ട്, മൗനിയായി കറുപ്പോൾ, കല്ല് പോലെ മൗനമായിട്ടിരുന്നാൽ ഒരു ഫലം. ചുമ്മാ അങ്ങനെ ഇരിക്കുക, അത്രേ ഉള്ളൂ. അതും ഒരു വലിയൊരു അജ്ഞാനമാണ്. മലരാതിരുന്നാൽ മൗനമിതാമോ അരുണാചൽ. ഇതാണോ നിന്റെ മൗനം എന്ന് അരുണാചലന്റെ അടുത്ത് ചോദിക്കുന്നു. ഒരു കല്ല് പോലെ അചലമായിട്ട് ഇരിക്കലാണോ? അല്ല. മൗനം, ദാറ്റ് ഈസ് റിയൽ കമ്മ്യൂണിക്കേഷൻ, മോർ എലക്വന്റ്. വളരെയധികം സ്പഷ്ടമായ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഈ മൗനം. ആ മൗനത്തിനെ നമുക്ക് വ്യാഖ്യാനിക്കണമെങ്കിൽ അൺലിമിറ്റഡ്, എല്ലാം ആ മൗനത്തിൽ അടക്കം. സബ്രഹ്മവിദ്യാം സർവവിദ്യാ പ്രതിഷ്ഠ. ആ ബ്രഹ്മവിദ്യയില് സർവവിദ്യയും പ്രതിഷ്ഠയായിരിക്കണം. ആ ബ്രഹ്മവിദ്യ എന്താ? മൗനം. മുനേഹേ സ്ഥിതി, മുനിയുടെ സ്ഥിതി. ആ മൗനം എന്ന് പറഞ്ഞാൽ ഈ മനസ്സിന്റെ മൗനമാണ്, വികൽപ്പത്തിന്റെ മൗനമാണ്, ബുദ്ധിയുടെ മൗനമാണ്. ആ മൗനം അബ്സല്യൂട്ട് കമ്മ്യൂണിക്കേഷൻ ആണ്. ആ മൗനം വിൽ കമ്മ്യൂണിക്കേറ്റ് ദി എക്സ്ട്രീം പീസ്. ശാന്തിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ജീവൻ ആവശ്യം ലെക്ചർ അല്ല. എന്തിന് ലെക്ചർ എന്ന് പറഞ്ഞാൽ ആ ലെക്ചറിനെ നമ്മൾ ആചരിച്ച് ശാന്തിയെ അനുഭവിക്കും. ആ ലെക്ചറില് വേദാന്ത ശാസ്ത്രത്തിൽ എന്താ ആചരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ആചരിച്ചതിനെ എടുത്ത് കളയലാണ് ആചരിക്കുന്നത്. ഇന്നലെ വരെ എന്തൊക്കെയോ നേടി സുഖത്തെ അനുഭവിക്കണം എന്ന് വിചാരിച്ചു. കർമ്മണാന പ്രജയാതനേന ത്യാഗേനൈകേ അമൃതത്വമാനസി. പിന്നെ മനസ്സിലാവും ഈ കർമ്മം ചെയ്ത് നമ്മൾ കർമ്മമലത്തിൽ പെട്ടുപോയി, കർമ്മമാകുന്ന അജ്ഞാനത്തിൽ പെട്ടുപോയി, വേറൊരു കർമ്മത്തിൽ പോയി വീണുപോയി. എന്തൊക്കെയോ സമ്പാദിച്ച് കൂട്ടി വെച്ചിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോയി. ബന്ധുജനങ്ങളുടെ ഇടയിൽ പ്രഷറൈസ്ഡ് ആയിട്ടിരിക്കണോ, എന്നാലും ഫലമില്ല. കുട്ടികളെ നമ്മളെ വിട്ടു പോകണോ, കുട്ടികൾ അമേരിക്കയിൽ പോയില്ലെങ്കിൽ കുറ്റം, കുട്ടികൾ അമേരിക്ക പോയാൽ വന്നില്ല എന്ന് കുറ്റം. ഇങ്ങനെയൊക്കെ പറഞ്ഞു വിഷമിച്ചിരിക്കുമ്പോഴ് ഒരു ഗുരു വന്ന് പറയും, ഒന്നുമല്ല നിനക്ക് വാസ്തവത്തിൽ വേണ്ടത്,
ത്യാഗേനൈകേ അമൃതത്വമാണ്. ഈ ത്യാഗത്തിലൂടെയാണ് നീ ഈ അമൃതത്വത്തെ നേടേണ്ടത് പറഞ്ഞു തരണു. അങ്ങനെ ആ ത്യാഗമാണ് മൗനം. മൗനസ്ഥിതിയാണ് എന്ത് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം. നീ എങ്ങനെ ഏത് സ്ഥിതിയിലിരിക്കണോ ആ സ്ഥിതി തന്നെയാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം എന്ന് നമ്മൾ പറയണത്. അടുത്ത ശ്ലോകത്തില് ഭഗവാൻ കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞു തരണം. 57-ാമത്തെ ശ്ലോകം. യസ് സർവത്ര അനഭിസ്നേഹഃ തത്തത് പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദന്തി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. യഹ ആരാണോ സർവത്ര അനഭിസ്നേഹഃ, സർവത്ര സർവത്തിലും മമതയില്ലാതെ, എന്ന് വെച്ചാൽ ഈ ദേഹം മുതലായവയിൽ മമതയില്ലാതെ, ധനത്തിലും ഫസ്റ്റ് എസൻഷ്യൽ എന്തൊക്കെയാ, ആവശ്യത്തിന് ഫുഡ്, ഉറങ്ങാൻ ഒരു സ്ഥലം, കിടന്നാൽ ഉറക്കം വരുന്നു, അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാനുള്ള കാശ്, ഇതൊന്നും വേണ്ടാന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ ഓവറായിട്ട് കുനിഞ്ഞു കൂടണം, അതിനെ കൂട്ടി 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 വെച്ചിരിക്കണം. ഭാഗവതത്തിൽ പറയുന്നത് പോലെ യക്ഷവിത്തം പോലെ വെച്ചിരിക്കും. അതുകൊണ്ട് എന്താ ഫലം? ആർക്കും യൂസ് ചെയ്യും. ഇപ്പൊ നമുക്ക് സ്വിസ് ബാങ്ക് പോലത്തുള്ള ബാങ്കുകളിലൊക്കെ കൊണ്ട് ഒരുപാട് നിക്ഷേപം ചെയ്തിട്ട് പാസ്വേഡ് പോലും പറയാതെ മക്കൾക്ക് കൂടെ പറഞ്ഞു കൊടുക്കാതെ മരിച്ചു. എത്ര എത്ര ഡെഡ് മണീസാ കിടക്കണം നോക്കൂ. ഈ യക്ഷവിത്തൊക്കെ ഭാഗവതം എന്നോ ഒരു കാലത്തിൽ പറഞ്ഞത് നമുക്കൊന്ന് ബാങ്കൊന്നും തുടങ്ങിയുള്ളൂ. ഇന്നിപ്പോ നമ്മുടെ മുന്നിൽ പ്രാവർത്തികമാണ്. എടുക്കാൻ പറ്റില്ല. അതൊന്നും ഏതോ സമ്പാദിച്ച് കൂട്ടി വെച്ചിരിക്കണോ അത്രയേ ഉള്ളൂ. ഇതിനാണ് യക്ഷവിത്തം എന്ന് പറയണത്. അതുപോലെ സർവത്ര ഈ ധനത്തിനോടും ശരീരത്തിനോടും ഈ വെൽബീയിങ് ആവണം എന്ന് നമ്മൾ എക്സ്റ്റേണലി വിചാരിക്കുന്നുണ്ടല്ലോ, അതിനോടും ഒന്നും മമതയില്ലാതെ തത്തത് ശുഭ അശുഭം പ്രാപ്യ, ശുഭം അശുഭം വരാതെ നമുക്ക് ഇരിക്കുകയില്ല അല്ലേ? എപ്പോഴെപ്പോഴാണോ നമുക്ക് ശുഭം വരണത് അശുഭം വരണത്, ന അഭിനന്ദന്തി ന ദ്വേഷി. സുഖം വരുമ്പോ ഞാൻ അഭിനന്ദിക്കുന്നില്ല, ഞാൻ ചെയ്തതാണ്, ഞാൻ കഷ്ടപ്പെട്ടത് കൊണ്ട് ഞാനിപ്പോൾ അനുഭവിക്കണു, സുഖം അനുഭവിക്കണു എന്നൊക്കെ ഞാൻ അഭിനന്ദിക്കുന്നു, സ്വയമേവ ഞാൻ പ്രശംസിക്കുന്നു. പ്രശംസ ഉണ്ടല്ലോ ആത്മഹത്യക്ക് തുല്യമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. ഇതിനെല്ലാം ഉപരി മഹാഭാരതത്തിൽ കൃഷ്ണൻ പറഞ്ഞിരിക്കുകയാണ്, ഈ ഒരു കാര്യം ചെയ്യൂ, സ്വയമേവ പ്രശംസിക്കൂ, ആത്മഹത്യക്ക് തുല്യമാണ്. കാരണം വിരല് ചൂണ്ടി ജ്യേഷ്ഠന്റെ അടുത്ത് സംസാരിച്ചാൽ ധർമ്മശാസ്ത്രം പറയണത് കൊലപാതകം ചെയ്ത കുറ്റമാണെന്നാണ്. അർജുനൻ വിരല് ചൂണ്ടി തന്റെ ജ്യേഷ്ഠന്റെ അടുത്ത് കൈ ചൂണ്ടി സംസാരിച്ച സമയത്ത് കൃഷ്ണൻ പറയും, ജ്യേഷ്ഠന്റെ അടുത്ത്, മുതിർന്ന ആളടുത്ത് കൈ ചൂണ്ടി സംസാരിച്ചാൽ അതിന്റെ ഫലം എന്താണെന്ന് അറിയോ? കൊലപാതക കുറ്റമാണ്. 307 302 302 കൊലപാതക കുറ്റമാണ്. അപ്പൊ അർജുനൻ പറഞ്ഞു, ഞാൻ എന്റെ ജ്യേഷ്ഠനെ കൊന്ന കുറ്റം വെച്ചിട്ട് ഇനി എനിക്ക് ജീവിക്കണ്ട, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, നീ ആത്മഹത്യ ചെയ്യണം, വേറെ വഴിയില്ല, പക്ഷേ ആത്മഹത്യ ചെയ്യാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. സ്വയമേവ 4 നല്ല വാക്ക് പറഞ്ഞ് നിന്നെ തന്നെ നീ പ്രശംസിച്ചുണ്ടല്ലോ, അത് ആത്മഹത്യക്ക് തുല്യമാണ്. നമ്മളൊക്കെ നോക്കുക, ആത്മഹത്യ കഴിഞ്ഞിട്ടാ വന്നിരിക്കും. എത്ര ആത്മഹത്യ കഴിഞ്ഞിട്ടാ ഇവിടെയൊക്കെ വന്നിരിക്കണത് നോക്കൂ. കാരണം ഞാൻ ചെയ്തു ഞാൻ ചെയ്തു ഞാൻ ചെയ്തു എന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ. ഞാൻ എനത് എന്ന് മായം കടിത്തവായിലേ, മായം കടിച്ചു പോയി. അപ്പോ നല്ല സുഖം അല്ലെങ്കിൽ നല്ല ശുഭാനുഭവം വരുമ്പോ അതിനെ അഭിനന്ദിക്കാതെ, ദുഃഖം വരുമ്പോഴ് അതിനെ ദ്വേഷിക്കാതെ, അതിനില്ല വേണ്ട, അശുഭം വരുമ്പോഴേ ഇത് വരാതെ ഇരിക്കട്ടെ എന്ന് പറയാതെ, സസ്യ പ്രജ്ഞാപ്രതിഷ്ഠിതം, അങ്ങനെയുള്ള ആളിന്റെ സത്യബോധം. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ബോധം, പ്രജ്ഞ എന്ന് പറഞ്ഞാൽ അറിവേ സ്വരൂപം, അറിവ്. സസ്യ പ്രജ്ഞാപ്രതിഷ്ഠിത, അവൻ അറിവിലേ സുസ്ഥിതമാണ്. എന്ന് വെച്ചാൽ ആത്മാവിൽ സുസ്ഥിതം. ആത്മാവിന്റെ സ്വരൂപം എന്ന സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ. ആത്മാവിന്റെ സ്വരൂപം സത്യമാണ്, ജ്ഞാനമാണ്, ബ്രഹ്മം.
ആനന്ദമാണ്. അപ്പോൾ ആ അറിവേ സ്വരൂപത്തില് അറിവില് അടങ്ങി ഇരിക്കും. അപ്പൊ വിവേകികളെ നമ്മൾ നോക്കിയാൽ അറിയാം, സർവം ദുഃഖം വിവേകിന. പതഞ്ജലി യോഗസൂത്രത്തിൽ ഒരു സൂത്രം, സർവം ദുഃഖം വിവേകിന. വിവേകികൾക്ക് സർവം ദുഃഖമാണ്. സർവം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രകൃതി മുഴുവൻ. ആത്മാവില് നമുക്ക് സർവത്തിന്റെ ആവശ്യമേ ഇല്ല. അപ്പോ ഈശാവാസ്യമിതം സർവം എന്ന് നിവർത്തി മാർഗത്തിന്റെ മന്ത്രമാണ്. നിവർത്തി വരാൻ വേണ്ടി ഈശ്വരനെ എല്ലാത്തിലും പോയി ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് ആച്ഛാദനം ചെയ്തോളൂ. പക്ഷേ അദ്വൈത സിദ്ധാന്തമോ വേദാന്ത ശാസ്ത്രമോ ഇതിനെ പറയണില്ല, സർവം എന്ന് പറയണില്ല. സർവം എന്ന് പറയുന്നത് ഒരു കൽപ്പനമാണ്. ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് സർവം എന്ന് പറയുന്നത്. സർവം എന്ന് പറഞ്ഞ പൊരുളൊന്നുമില്ല, അതും ഏകം തന്നെ. അതുകൊണ്ടാണ് ഇവിടെ ഒരു മുനികളുടെ അവസ്ഥയ്ക്ക് സർവം ദുഃഖം വിവേകിനം. വിവേകമുള്ളവന് സർവം ദുഃഖമാണ്. എന്ത് സുഖം വന്നാലും അതും ദുഃഖമാണ്. അപ്പൊ നല്ലത് ചീത്ത എന്ന് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? മുമ്പില് നമ്മൾ നല്ലതെന്ന് കുറച്ചിനെ വിലയിരുത്തി വെച്ചിരിക്കുന്നു, പിടിച്ചു വെച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് നല്ലതിൽ പോയി നമ്മൾ അറ്റാച്ച്ഡ് ആവും. ഈ നല്ലതിനെ ഞാൻ ഉള്ളില് ശേഖരിച്ച് സ്മൃതി രൂപത്തിൽ വെച്ചിരിക്കും. എന്നിട്ട് അതിന് വിപരീതമായി വരണതിനൊക്കെ ചീത്ത 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 എന്ന് പറഞ്ഞ് തള്ളുക. ഇങ്ങനെ മനസ്സ് ചിത്തവൃത്തികൾ അങ്ങടും ഇങ്ങടുമായിട്ട് വിക്ഷേപം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു അവിദ്യ. ഈ അവിദ്യയും മാറണം. അനഭിസ്നേഹ. സ്നേഹിച്ചിട്ട് കാര്യമേ ഇല്ല. ഒരു ശരീരത്തിന് നിങ്ങൾ അമിതമായിട്ട് സ്നേഹിച്ച് നോക്കൂ. 4 ഇഡ്ഡലിക്ക് പകരം ഒരു 5 ഇഡ്ഡലി വെച്ച് കൊടുത്തു, 6 ഇഡ്ഡലി കൊടുത്തു. 3 നേരം പോയിട്ട് 3 നേരമൊക്കെ ആണോന്നൊന്ന് സംശയമാണ്. 5ഉം 6ഉം നേരമൊക്കെയാണ് പക്ഷെ ഈ 5ഉം 6ഉം നേരമൊക്കെ ചൊല്ലു പറയും. 1 നേരം കഴിക്കണവൻ യോഗി, 2 നേരം കഴിക്കണവൻ ഭോഗി, 3 നേരം കഴിക്കണവൻ രോഗി, 4 നേരം കഴിക്കണവൻ ദ്രോഹി പോലെ എത്രയോ നേരമാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്തൊക്കെയോ കൊടുക്കുന്നു, എന്തൊക്കെയോ പുരട്ടണം. തലമുടി ഒന്ന് നരച്ചാൽ എന്തൊക്കെയോ തേക്കുന്നു, പോയാൽ എന്തൊക്കെയോ വച്ച് പിടിപ്പിക്കുന്നു. എല്ലാം ചെയ്ത് സ്നേഹിച്ചോളൂ. ഇത് ഒരു നാളേക്ക് നിങ്ങളെ വിട്ട് പിരിയും. ആയുർനശ്യതി പശ്യതാം പ്രതിദിനം. പ്രതിദിനം ഈ ആയുസ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു നാള് നിങ്ങളെ വിട്ട് പിരിയാനുള്ളതാണ്. ടാറ്റ പറഞ്ഞു പോണതാണ്. ഇൻഫാക്ട് ടാറ്റ കൂടെ പറയില്ല. എത്രയോ കാലം കൊണ്ട് ഊണ് കഴിക്കണമെന്നില്ലെന്ന് പറഞ്ഞിട്ട് കൊണ്ടേ ഒറ്റ പോക്കാം. അപ്പൊ ഇങ്ങനെയുള്ളതിനെ സ്നേഹിച്ചിട്ട് എന്താ കാര്യം? അതാണ് അനഭിസ്നേഹ. ഒരു കാര്യം ഇതിനെ സ്നേഹിച്ച് 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 ഇതിന് രോഗം വരും. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി തൊട്ടടുത്ത് വീട് വാങ്ങിച്ച് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിച്ചിട്ട് വളരെ സന്തോഷത്തോടെ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വന്ന ഡോക്ടറെ ഫിംഗർ ടിപ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഒരു ചൊല്ലു പറയും, യമസ്തു ഹരതി പ്രാണ വൈദ്യാൻ പ്രാണാൻ ധനാഞ്ച. യമസ്തു ഹരതി പ്രാണ. യമൻ എന്ത് ചെയ്യണം? ഈ പ്രാണനെ മാത്രം അങ്ങോട്ട് കൊണ്ടുപോകും. ഇന്നലെ കൂടെ സ്വാമിയുടെ ഒരു പ്രഭാഷണത്തിൽ കേട്ടത്, യമനാണ് കൊണ്ടുപോയി എന്ന് കൂടെയും വെളിയിൽ വരാത്ത ഒരു വരം യമൻ വാങ്ങിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ആരെങ്കിലും മരിച്ചാൽ പറയും ഹാർട്ട് അറ്റാക്ക് ആണ്, സിവിയർ ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ ആക്സിഡന്റ് ആണെന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയർ ആണെന്ന് പറയും, തൂങ്ങി മരിച്ചു. അവിടെയൊക്കെ യമൻ ഈസ് എസ്കേപ്പിംഗ്. യമനെ കണ്ടു കിട്ടാതെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു അല്ലേ, ഗൂഢമായിട്ടിരിക്കുന്നു. സ്വാമിജി പറഞ്ഞു നല്ലൊരു ആശയം. അതൊക്കെ നമ്മൾ ഏതൊക്കെയോ ടെക്നിക്കൽ നെയിംസ് ഇടുന്നു, അല്ലെങ്കിൽ കെമിക്കൽ നെയിംസ് ഇടുന്നു, ബയോളജിക്കൽ നെയിംസ് ഇടുന്നു, ഇനി മെഡിക്കൽ ശാസ്ത്ര പ്രകാരമുള്ള എന്തൊക്കെയോ പേര് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. വാസ്തവത്തിൽ എന്താ ഉള്ളിലിരുന്ന ആളങ്ങോട്ട് പോയി. ഇപ്പൊ യമസ്തു ഹരതി പ്രാണ. യമൻ പ്രാണനെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. വൈദ്യാൻ പ്രാണാൻ ധനാനി. വൈദ്യൻ എന്ത് ചെയ്യണം വെച്ചാൽ പ്രാണനെ കൊണ്ടുപോകുന്നു, ധനത്തിനെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ആവശ്യമില്ലാത്ത സ്നേഹം, മമത എന്തിനോട്? ഈ ശരീരത്തിനോട്, ധനത്തിനോട് ഒക്കെ വയ്ക്കുന്നതുണ്ടല്ലോ, അതും ഒരു ചിത്രം. അതുകൊണ്ട് ഫലമൊന്നുമില്ല.
അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ദുഃഖിതനാവും എന്നല്ലാതെ വേറെ ഫലമേ ഇല്ല. കാരണം ഇത് വരും. അപ്പൊ ഈ മോഹമാണ് ഇതിനൊക്കെ കാരണം. മോഹത്തിന് മറ്റൊരു പേരാണ് മരണം. മോഹത്തിന്റെ മറ്റൊരു പേര് മരണം. വൈരാഗ്യം, നിർമോഹത്തിന്റെ പേരാണ്. നിർമോഹം എന്ന് പറഞ്ഞാൽ ഇനി എനിക്കൊന്നും വേണ്ട, ഞാൻ പൂർണ്ണമാണ്. പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഞാൻ പൂർണ്ണമാണ്, എനിക്ക് ഇനി ഒന്നിന്റെയും ആവശ്യമില്ലാന്ന് ആര് തോന്നണോ അവൻ അമൃതത്വത്തിലാണ്. അതുകൊണ്ട് അവൻ എവിടെ ആയാ എന്താ, നല്ല ചിന്തയായാ എന്താ, ശുഭത്തിലിരുന്ന എന്താ, അശുഭത്തിലിരുന്ന എന്താ. ഇപ്പൊ രാമൻ വനവാസത്തിൽ പോയ സമയത്ത് സീതയെ ഒരുപാട് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വിടാനുള്ള വഴിയൊക്കെ നോക്കി. ഇങ്ങനെയൊക്കെ നോക്കിയാലും സീത ആരുടെ പുത്രിയാന്ന് വെച്ചാൽ ജനകന്റെ പുത്രിയാണ്. കാരണം സ്വർണ്ണ കൊട്ടാരത്തിന്റെ ഒരു മമതയും കാണിക്കണം, മമകാരമില്ലാത്ത ഇരുന്ന് ആ ജനകന്റെ പുത്രി പറയാണ്, രാജ്യം വാ വനവാസോ വാ വനവാസോ മഹോദയാ. രാജ്യമായിക്കോട്ടെ വനവാസമായിക്കോട്ടെ എനിക്ക് ഒരു കുറവുമേ ഇല്ല. രാജ്യമായ എന്താ, വനവാസം എന്താ, ഞാൻ അങ്ങനെ തന്നെ ഇരിക്കണം. ഞാൻ ശുദ്ധ ചൈതന്യമാണ്, അതിൽ ഒരു മാറ്റവുമില്ല. ഈ സാഹചര്യം, ദേശം, കാലമൊക്കെ മാറിയാലും ഞാൻ എന്നുള്ള പൊരുളിന് മാറ്റമേ ഇല്ല. ആ മാറ്റമില്ലാത്ത പൊരുളിനെ തന്നെയാണ് നമ്മള് സ്ഥിതപ്രജ്ഞ, ആത്മാ എന്ന് പറയുന്നത്. ആത്മാവിനെ ആര് നിത്യനിരന്തരം അറിയണം. ഇപ്പൊ നമുക്ക് അറിവില്ല, ഉറക്കത്തില് അറിവില്ല. പക്ഷെ എണീറ്റ് കഴിഞ്ഞാൽ പറയുന്നു സുഖമായിട്ടിരുന്നു എന്ന് പറയും. അവിടെ എന്താണ് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ അറിവില്ല, തിരിച്ചറിവില്ല, വിജ്ഞാനമില്ല. ആ അറിവ് എപ്പോ സമ്പാദിക്കണോ നമ്മൾ ആ അറിവേ സ്വരൂപമായിട്ട് മാറണം. കാരണം തൊട്ടാ ഷോക്ക് അടിക്കുന്നത് പോലെയാണ്. ഇലക്ട്രിസിറ്റി വിൽ പാസ് ത്രൂ ഇറ്റ്. അതുപോലെ ഈ മനസ്സ് എപ്പോ പോയി ആ അറിവേ സ്വരൂപത്തിൽ പോയി ടച്ച് ചെയ്യണോ, മനസ് വിൽ ആക്ട് ആസ് ദാറ്റ് ആത്മാ. തമൈവൈക്കും ജാനത ആത്മാ. ആത്മാവിനെ പോലെ ഇറ്റ് വിൽ ആക്ട്. അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കലുണ്ടല്ലോ, അത് തന്നെയാണ് സ്ഥിതപ്രജ്ഞസ്യ ഭാഷ. സ്ഥിതപ്രജ്ഞത്തിന്റെ ലക്ഷണം എന്ന് ഭഗവാൻ ഒന്ന് തുടർന്ന് ലക്ഷണങ്ങള് നമുക്ക് നാളെ കാണാം. അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല